ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രൻറ്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയിട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇന്ന് ഞാനും റീവമോളും എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിലെ, നമ്മുടെ സ്വന്തം കൊല്ലം ബീച്ചിൻ്റെ അടുത്തുള്ള ജലകേളിയുടെ അടുത്തുള്ള നമ്മുടെ സ്വന്തം ഷേളി ചേച്ചിയുടെ സേഫ് ആൻഡ് സ്റ്റൈൽ ഹോം ടീ ഷോപ്പിലാണ്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങൾ ലഭ്യമാണ്. പൊറോട്ട ഉണ്ട്, ബോട്ടിക്കറി ഉണ്ട്, പിന്നെ കപ്പയും മീനും ഉണ്ട്, പഴംപൊരി ബീഫൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഭവങ്ങളൊക്കെ എല്ലാ സമയത്തും ഇവിടെ ലഭ്യമാണ്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കോംബോ ആണ്. അതായത് കൊല്ലത്ത് തന്നെ അധികം കിട്ടാത്തൊരു വെറൈറ്റി കോംബോ ആണ്. എന്ന് പറയുമ്പോൾ ബീഫും പഴംപൊരിയുമാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമൻസിൽ അറിയിക്കണം. അതിൻ്റെ കൂടെ പിന്നെ കപ്പയും മീൻകറിയും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ബോട്ടിക്കറിയും തട്ടുദോശയും പൊറോട്ടയും ഒക്കെ ഇവിടെ ലഭ്യമാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഈ മഴക്കാലത്ത് വെളിയിൽ നല്ല തണുപ്പുള്ളപ്പോൾ ഒരു ചൂട് ചായയുടെ കൂടെ ചൂട് കപ്പയും മീൻ കറിയും പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? ഇത് കൂടാതെ തട്ടുദോശയും ചൂട് ബോട്ടിക്കറിയും എല്ലാം ഇവിടെ ലഭ്യമാണ്. സർബത്തും ലഭ്യമാണ്. അപ്പോൾ എന്തായാലും പേര് മറക്കണ്ട, സേഫ് ആൻഡ് സ്റ്റൈൽ ടീ ഷോപ്പാണ്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം ബീച്ച് കഴിഞ്ഞിട്ട് ജലകേളിക്ക് ശേഷം നേരെ വരുന്ന റോഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഷേളി ചേച്ചിയുടെ കട. കയറി വന്ന ഉടനെ തന്നെ അടുപ്പത്ത് തിളച്ചു പൊങ്ങുന്ന ആവി പറക്കുന്ന തനി കേരള സ്റ്റൈലിൽ നല്ല എരിവും പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മീൻകറിയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇതൊക്കെ വന്നിട്ട് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട്? ആ മീൻകറിയുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് എരിവും പുളിയും ഒക്കെ പാകമാണെന്ന്. മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസാന വാക്ക് കപ്പയാണല്ലേ? അതുപോലൊരു അഡാറ് കോമ്പിനേഷൻ വേറെ ഇല്ല. കറിവേപ്പിലയും കടുകും ചേർത്തിട്ട് കടു വറുത്തിട്ടുള്ള നല്ല ഉഗ്രൻ കപ്പയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കപ്പയുടെ കൂടെ ചൂടായിട്ട് നല്ല എരിവുള്ള മീൻ കറി അല്ലേ? അതാണ് അന്തസ്. കപ്പയും മീൻ കറിയും കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരു മലയാളിയും കാണില്ല. നല്ല ചൂടായിട്ട് അടുപ്പത്ത് ആവി പറക്കുന്ന പരുവത്തിൽ ബീഫ് കറി തയ്യാറാവുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷേളി ചേച്ചിയുടെ കടയുടെ ഒരു സവിശേഷത എന്തെന്നാൽ എല്ലാ വിഭവങ്ങളും വളരെ ചൂടോടുകൂടി നമ്മുടെ കൺമുമ്പിലാണ് തയ്യാറാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഇവിടുത്തെ ഓരോ വിഭവങ്ങൾക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷേളി ചേച്ചി. ഷേളി ചേച്ചിയുടെ ജീവിതം തന്നെ നമുക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ജീവിതത്തോട് പൊരുതി ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് പഴംപൊരിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തണുപ്പുള്ള മഴ സമയത്തും അതിരാവിലെ 4 മണി തൊട്ട് ഷേളി ചേച്ചിയുടെ കട തുറക്കും. അതിരാവിലെ 4 മണി മുതൽ ചേച്ചിയുടെ കടയിൽ നല്ല ചൂട് ചായയും വടയും പിന്നെ വെട്ടുകേക്കും ലഭ്യമാണ്. പിന്നെ കപ്പയും മീനും പഴംപൊരിയും ബീഫും എല്ലാം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ശേഷം 1 മണി മുതൽ 2 മണി വരെയും ഒരു മണിക്കൂർ കട അടവും. പിന്നെ വീണ്ടും 2 മണി മുതൽ ഉച്ചയ്ക്ക് രാത്രി 11 മണി വരെ ചേച്ചിയുടെ കട ഓപ്പൺ ആണ്. ശനി ഞായർ ദിവസങ്ങളിലും ചേച്ചിയുടെ കട തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവനും താങ്ങും തണലുമായിട്ട് ജീവിക്കുന്ന ഷേളി ചേച്ചിയെ പോലെ എണ്ണയിൽ വറുത്തെടുക്കുന്ന ജീവിതങ്ങളെ വേണം നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ. ചേച്ചി ഇപ്പം എന്താണ് ചെയ്യുന്നത് ഷേളി ചേച്ചി? ഞാനിപ്പം ഇത് വെന്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ഇച്ചിരി കാക്കയ്ക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യമേ കാക്കയ്ക്ക് വെച്ചിട്ടാണ് ചേച്ചി എപ്പോഴും ചെയ്യാറുള്ളത്. ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും ചേച്ചി വെച്ചോ. ഇപ്പം മനുഷ്യരുടെ കൂടെ ഒരേ പരിഗണന ചേച്ചിക്ക് മൃഗങ്ങൾക്കും കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി എത്ര കണ്ട് പുതിയ അഡാർ കോംബോ വന്നെന്ന് പറഞ്ഞാലും കപ്പയും മീനും എന്ന് പറയുന്ന ആ ഒരു അടിപൊളി കോംബോയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇപ്പോൾ സമയം കൃത്യം 12 മണിയായി. ഷേളി ചേച്ചിയുടെ കടയിൽ കപ്പയും മീനും പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ തിരക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത കപ്പയും മീനും പഴംപൊരിയും ബീഫും. എന്തായാലും ഇത് 2 കോമ്പിനേഷൻ്റെയും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം കപ്പയും മീനും കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല എരിവുള്ള ചുമന്ന കളറിലുള്ള വാളംപുള്ളിയുടെ ടേസ്റ്റുള്ള മീൻ കറിയുടെ കൂടെ നല്ല സോഫ്റ്റ് ചൂട് കപ്പയും കൂടെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല, വായിൽ കപ്പലോടിക്കാൻ അത്ര ടേസ്റ്റായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു അഡാറ് കോംബോ ആണ്. പഴംപൊരിയും ബീഫുമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പഴംപൊരിയും ബീഫും നല്ല ഗംഭീര കോംബോ ആയിരുന്നു. പഴംപൊരിയുടെ ആ ഒരു മധുരവും പിന്നെ ബീഫിനകത്ത് വരുന്ന ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും എരിവും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും എരിവും മധുരവും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണം.
തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടും. വെളിയിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ നല്ല ചൂടായിട്ട് ഫ്രഷായിട്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണല്ലേ. അപ്പോൾ എന്തായാലും ഷേർലി ചേച്ചിയുടെ കടയിൽ വന്ന് ഇതൊക്കെ ട്രൈ ചെയ്യണം. വേറെ ലെവലാണല്ലേ, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ് കപ്പയും മീൻകറി. കപ്പയും മീനും ഒക്കെ നല്ല സോഫ്റ്റ് ആണോ? കപ്പയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. മീൻകറി ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പൈസി ആണ്, നല്ല ടേസ്റ്റ്. അയിലക്കറിയാണ്, അത്യാവശ്യം നല്ല എരിവുണ്ട്. നല്ല പുളിയുണ്ട്. മീൻകറിക്കകത്ത് നല്ല പുളിയുണ്ട്, നല്ല എരിവുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയും മീനും കൂടെ ഉള്ള കോംബോ കിടിലൻ കോംബോ ആണ്. എന്തായാലും പറയും അല്ലേ മോള്, ട്രൈ ചെയ്യണമെന്ന്. ഇവിടെ വന്നിട്ട് മസ്റ്റ് ട്രൈ ആണ്. കൊല്ലം ബീച്ചിൽ വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വന്നത് കഴിക്കണം. തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യണം, അത്രയും രുചിയാണ്. ഇതിന് ശേഷം ഞാനിനി അടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പഴംപൊരിയും ബീഫ് കറിയുമാണ്. കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാവേ. ശരി, തീർച്ചയായിട്ടും. ആദ്യം കപ്പയും മീനും ട്രൈ ചെയ്തു, ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് പഴംപൊരിയും ബീഫും ആണ്. പഴംപൊരി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ബീഫ് കറിയായിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കൊല്ലത്ത് അങ്ങനെ കിട്ടാറില്ലല്ലോ മോളെ, അതാ എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം. മോൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്തായാലും ട്രൈ. നല്ല വാഴക്കപ്പൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി ആണല്ലേ, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ബീഫൊക്കെ സോഫ്റ്റ് ആണോ? ബീഫൊക്കെ നല്ല അത്യാവശ്യം സോഫ്റ്റ് ആണ്, കുക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കിട്ടുന്നത് അതായത് കുറേ പഴംപൊരിയുടെ ആ ഒരു മധുരവും ബീഫ് കറിയുടെ ആ ഒരു എരിവും കിടു കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. അടിപൊളി കോമ്പയാണ് പഴംപൊരിയും ബീഫ് കറിയും. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെൽ കുക്കായിട്ടുണ്ട്. ഗ്രേവീസൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ്. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ആണെങ്കിലും അതിൻ്റെ സ്പൈസി ആണെങ്കിലും നല്ല അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയ എരിവാണുള്ളത്. നല്ല കുരുമുളകിന്റെ ഫ്ലേവർ ഉണ്ട്, പിന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണല്ലേ മോളെ ബീഫൊക്കെ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ്, അതെ, നല്ല മധുരമുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ആ ഒരു വാഴയ്ക്കാപ്പം അല്ലെങ്കിൽ ആ പഴംപൊരിയുടെ കൂടെ ഈ നല്ല എരിവുള്ള കുരുമുളകിൻ്റെ ഫ്ലേവറുള്ള എരിവുള്ള ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു മധുരത്തിൻ്റെ എരിവിൻ്റെയും കോംബോ ഒരു ഇതാണല്ലേ മോൾക്ക് തോന്നിയത്. ടേസ്റ്റ് കഴിക്കാനായിട്ട് കൊതിയാവുന്ന അത്ര അടിപൊളിയാണല്ലേ. എന്തായാലും മോള് പറയുമോ കൊല്ലം ബീച്ചിൽ വന്നാൽ? ഉറപ്പായിട്ടും കൊല്ലം ബീച്ചിൽ വരുന്നവർ മസ്റ്റായിട്ടും വന്ന്, ഇപ്പം മഴ സമയം കൂടെ ആവുന്നതുകൊണ്ട് നമുക്ക് ചൂടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും, കൊതിയാവും. വീട്ടിൽ ഇരുന്ന് പെട്ടെന്ന് തന്നെ ചിന്തിക്കേണ്ടത് ചേച്ചിയുടെ കടയാണ്. ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കടയാണ്. എല്ലാവരും വന്ന് മാക്സിമം ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം. ചേച്ചിയുടെ ആഹാരം നല്ല കിടുവാണ്, ഒരു രക്ഷയില്ല. മഴയൊക്കെ വരുമ്പോൾ വീട്ടിലിരുന്നിട്ട് പഴംപൊരിയും ബീഫൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഓടി വരിക ചേച്ചിയുടെ കടയിൽ, നേരെ ഓടി വരണം. ആരും മറക്കരുത് ഈ ഒരു ലൊക്കേഷനും ഷേർലി ചേച്ചിയുടെ കടയും. എൻ്റെ റെക്കമെൻഡേഷൻ. മോളുടെ ഗ്യാരണ്ടി ഉണ്ട്. ചേട്ടാ പേരെന്താണ് ചേട്ടൻ്റെ? അഗസ്റ്റിൻ ആണ്. ചേട്ടൻ ഇവിടുത്തെ ജിമ്മിൽ സ്മാർട്ട് ജിമ്മിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടൻ ഇപ്പോൾ ട്രൈ ചെയ്ത കോംബോ? ഞങ്ങൾ രാവിലെ സാധാരണ കപ്പയും മീൻകറിയാണ്, ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് വാഴയ്ക്കപ്പവും. സാധാരണ കപ്പയും മീനുമാണ് ട്രൈ ചെയ്യാറ്. ഇന്ന് ചേട്ടൻ ട്രൈ ചെയ്തത് വാഴയ്ക്കപ്പവും പിന്നെ ഇതുമാണ്, ബീഫുമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ വാഴയ്ക്കപ്പം ബീഫ്? സൂപ്പർ, അടിപൊളിയാണ്, പറയാൻ വാക്കുകളെല്ലാം അടിപൊളിയാണ്. നമ്മുടെ വീട്ടിൽ വെക്കുന്നത് സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഒരു യാതൊരു പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നോർമലി നമുക്കറിയാം, നാടൻ
ഫുഡ് കഴിക്കുമ്പോൾ അറിയാം. അതെ, നാടൻ ടേസ്റ്റ് ആണല്ലേ ചേട്ടാ? വീട്ടിൽ അമ്മയൊക്കെ വെക്കുന്ന ടേസ്റ്റ് ആണോ ചേട്ടാ? അത്രയും രുചിയാണ്. ഫ്ലേവർ എന്താണ് ചേട്ടന് തോന്നിയത്? നല്ല എരിവുണ്ടോ? ബീഫ് മധുരമുണ്ട്. ഈ വാഴയ്ക്ക് അതെ, വാഴയ്ക്കാപ്പത്തിൻ്റെ മധുരവും മറ്റേ കറിയുടെ ഒരു ബീഫിൻ്റെയും എരിവും വരുമ്പോൾ നല്ലൊരു എരിവിൻ്റെയും മറ്റേ മധുരത്തിൻ്റെയും കോംബോ ഉണ്ടായിരുന്നു. ചേട്ടൻ പറയുമോ കൊല്ലം ബീച്ചിൽ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യണമെന്ന്? നമ്മുടെ കൊല്ലം ബീച്ചിൽ വരുന്നവർ മെയിനായിട്ട് കൊല്ലം ബീച്ചിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോഴും മുണ്ടയ്ക്കൽ പോകുന്ന റോഡ്, അതെ, റൈറ്റ് സൈഡിലായിട്ട് റോഡ് സൈഡിൽ തന്നെ കടയുണ്ട്. അതെ, തീർച്ചയായിട്ടും നല്ലൊരു കടയാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. വിശ്വസിച്ച് വന്ന് കഴിക്കാം. പ്രശ്നമൊന്നും വിചാരിക്കണം, വിശ്വസിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. കപ്പയും മീനും ഒക്കെ നല്ലതാണ് അല്ലേ ചേട്ടാ? വലിയ അയിലേക്കും വലിയ ചൂരയൊക്കെ തലയൊക്കെ വെക്കാറുണ്ട്. തലക്കറിയൊക്കെ വെക്കാറുണ്ട്. ചേട്ടൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആണ്. അതെ, എല്ലാവരും കൂടെ വന്ന് പറയും, കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ് അല്ലേ ചേട്ടാ? ആൽവിനുണ്ട്. ഓ, അദ്ദേഹവും വന്ന് കഴിക്കാറുണ്ട്. പേരെന്താണ്? ആഷൻ. ഇവിടെ അടുത്താണോ ആഷൻ? ഓ, സ്മാർട്ട് ജിമ്മിൽ ഇവിടെ വരാറുണ്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക്? അവിടെ നിന്ന് വരുമ്പോൾ ഒക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ടോ? മിക്ക ദിവസവും ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകാറ്. ഇപ്പൊ എന്താണ് ആഷൻ ട്രൈ ചെയ്തത്? കപ്പയും മീൻ. എങ്ങനെയുണ്ട് ആഷൻ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. കപ്പയൊക്കെ നല്ല സോഫ്റ്റ് ആണോ? നല്ല വെന്ത് സോഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ എങ്ങനെയാണ്? നല്ല എരിവുണ്ടോ? നല്ല മീൻകറിയാണ്. നല്ല കോംബോ ആണ് അല്ലേ രണ്ടും? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാനായിട്ട് പറയുമോ? ഇവിടെ കൊല്ലം ബീച്ചിൽ വരുന്നവരോട് മസ്റ്റ് ട്രൈ ആണ്. ഡാനി എന്നാണ്. അപ്പോൾ ഡാനി എപ്പോഴും ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ടോ ഫുഡ്? ഓ, സ്മാർട്ട് ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അല്ലെ? ഡാനി എന്താണ് ട്രൈ ചെയ്തത് ഇപ്പം? ഓ, മോനിപ്പോൾ ട്രൈ ചെയ്ത് കപ്പയും മീൻകറിയും പിന്നെ ഏത്തക്കാപ്പും ബീഫും ആണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നമ്മുടെ ഈ ബീഫും ഇതും ഏത്തക്കാപ്പും. ഓക്കെ, ബീഫൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. പിന്നെ ഏത്തക്കാപ്പും വാഴയ്ക്കാപ്പും ബീഫ് കറി. വാഴയ്ക്കാപ്പൊക്കെ നല്ല വലിയ സൈസാണ് അല്ലേ? ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ മറ്റേ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ മീനും നല്ല ടേസ്റ്റ് ഉണ്ട്. 4 മസ്റ്റ് ട്രൈ ആണ് അല്ലേ? കൊല്ലം ബീച്ചിൽ വരുന്നവർ എന്തായാലും ട്രൈ ആണ്. ഓക്കെ മോൻ. നമസ്കാരം ചേട്ടാ, പേരെന്താണ് ചേട്ടൻ്റെ? നിക്കേത്ത് എന്നാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ അടുത്താണോ? ഈ ജിമ്മിൽ വരാറുള്ളതാണോ? സ്മാർട്ട് ജിമ്മിൽ പോകാറുണ്ട് അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? സ്മാർട്ട് ജിമ്മിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടൻ ഇപ്പോൾ ട്രൈ ചെയ്തത്? കപ്പയും മീനാണ് ട്രൈ ചെയ്തത്. എങ്ങനെയുണ്ട് ചേട്ടാ കപ്പയും മീനും? നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന അമ്മമാരൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? കപ്പയൊക്കെ നല്ല സോഫ്റ്റ് ആണോ ചേട്ടാ? അതെ, നമ്മുടെ നല്ല സോഫ്റ്റ് ആണ് കപ്പ. പിന്നെ മീൻകറി നല്ല എരിവൊക്കെ ഉണ്ടോ ചേട്ടാ? എരിവുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടനാ കോംബോ? അമ്മയുടെ ഒക്കെ ഒരു ഓർമ്മ വരും അല്ലേ കഴിക്കുമ്പോൾ? അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ പറയുമോ കൊല്ലം ബീച്ചിൽ വരുന്നവരോട് ഇവിടെ വന്നിട്ട് ഫുഡ് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം? തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ ചേട്ടാ? കാരണം മലയാളികളുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ എന്തായാലും കപ്പയും മീനും. അഖിൽ ഇവിടെ ജിമ്മിൽ സ്മാർട്ട് ജിമ്മിൽ വരാറുണ്ടോ വർക്ക്? എന്താണ് മോൻ ട്രൈ ചെയ്തത് ഇപ്പോൾ? കപ്പയും മീനുമാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. നല്ല വെന്തിരുന്നു. പിന്നെ മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വാളംപുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ? നല്ല എരിവുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? രണ്ടും കൂടി കോംബോ നമ്മുടെ ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആണെന്ന് പറയുമോ? നല്ല എരിവൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. കൊല്ലം ബീച്ചിൽ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ രണ്ടാമത് ട്രൈ ചെയ്തത് ബീഫിൻ്റെയും പഴംപൊരിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കോംബോ മോന് തോന്നിയത്? ബീഫൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴംപൊരി അതിൻ്റെ മധുരമൊക്കെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? രണ്ടും കൂടെ വന്നപ്പോൾ നല്ല കോംബോ ആണ്. അപ്പോൾ ഈ ജിമ്മിൽ വരാൻ മസ്റ്റായിട്ട് വന്നിട്ട് ജിമ്മിൽ വരാറുണ്ടെങ്കിൽ എപ്പോഴും വന്ന് കഴിക്കാറുണ്ടല്ലേ ഇവിടെ? മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. 2 കോംബോയിൽ ഏതാണ് മോന് ഇഷ്ടം? രണ്ടും ഒരുപോലെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. രണ്ടും ഒരുപോലെ ഇഷ്ടമാണ് ചേട്ടാ. ഇവിടുത്തെ ഏത്തക്കാപ്പം വാഴക്കാപ്പം ഒക്കെ പഴംപൊരിയൊക്കെ നല്ല ചൂടാണോ? കൈ പൊള്ളിയിട്ട് പോയി, അത്രയും ചൂടാണല്ലേ? എന്നും വന്നിട്ട് ചേട്ടൻ കഴിക്കാറുണ്ടോ? എന്നും ചേട്ടൻ വന്ന് കഴിക്കാറുണ്ടോ? നല്ല രുചിയാണല്ലേ? ഈ കപ്പയും മീനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ഒരു മായമില്ല. വീട്ടിലെ അതേ നാടൻ ടേസ്റ്റ് ആണല്ലേ ചേട്ടാ? നല്ല രുചിയുണ്ട്. നാടൻ ടേസ്റ്റാണ്. ചൂടായിട്ടാണ് എല്ലാം. ചൂടോടുകൂടി. ചേട്ടൻ എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം? എല്ലാം ഇഷ്ടമാണോ? പഴംപൊരിയും വേറെ ലെവലാണ്.
അതുക്കും മേലെയാണ്, അതുക്കും മേലെ. അത്രയും രുചിയാണല്ലേ ചേട്ടാ, സൂപ്പറാണ്. നമ്മുടെ പഴംപൊരിയും ബീഫും ചേട്ടൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? പഴംപൊരിയും ബീഫും എന്നും. ചേട്ടൻ അടുത്താണോ വീട്? അപ്പോൾ എപ്പോഴും വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുമോ കൊല്ലം ബീച്ചിൽ വരുന്നവർക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ചേച്ചിയുടെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന്? തീർച്ചയായിട്ടും പറയും. വിശ്വസിച്ച് വന്ന് നമുക്ക് കഴിക്കാം. അതെ, ഒന്നുമില്ല, നമ്മുടെ കൺമുമ്പിലാണ്. അതെ, ഇതാണ്ട് ചേച്ചി എല്ലാം നമ്മുടെ കൺമുമ്പിലാണ് ചെയ്യുന്നത്. ആ എല്ലാവർക്കും വന്ന് വിശ്വസിച്ച് കഴിക്കാം. ചേട്ടാ ഫുഡ് ഓക്കെ, അടിപൊളിയില്ല. ആ, ഇത്രയും രുചിയുള്ളൊരു ഫുഡ് കിട്ടുന്ന കട ഉണ്ടോയെന്ന് തന്നെ ചേട്ടന് സംശയമാണല്ലേ? അത്ര ഫ്രഷാണ്, ലൈവായിട്ട് ചൂടായിട്ട്. ഓക്കെ ചേട്ടാ. കപ്പയും മീനും പഴംപൊരിയും ബീഫും എല്ലാം ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് കൂടാതെ ഒട്ടനവധി പേര് ഇവിടെ നിന്ന് ഷേർളി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പാഴ്സലായിട്ട് ഈ വിഭവങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ചേച്ചി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം ഷേർളി ചേച്ചി. ചേച്ചി ഇപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഈ ഒരു സംരംഭം? തുടങ്ങിയിട്ട് ഞാനൊരു ആദ്യം ബീച്ചിൻ്റെ സൈഡ് കടപ്പുറത്തായിരുന്നു. കടൽ കയറി ഈ കടയിരുന്ന സ്ഥലം മൊത്തവും പോയി. അപ്പം ഇതിനൊക്കെ ചായയും ചീനിയും മീനും പൊട്ടിക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. രാവിലെ പുട്ടും കടലയും, ഞായറാഴ്ച പുട്ടും കടലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കടൽ കയറി പോയി, കുറേ ദിവസം പൂട്ടിയിട്ടിരുന്നു. പിന്നെ അതിനുശേഷം ഞാനിവിടെ തുടങ്ങി. ഏകദേശം ഒരു മാസം ആവാറായി. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇവിടെ നടത്തുന്ന ഈ കടയിൽ എന്തൊക്കെയാണ് ചേച്ചിയുടെ വിഭവങ്ങൾ സ്പെഷ്യൽ? വെളുപ്പിനെ 4 മണിക്ക് ഈ കട തുറക്കും. രാവിലെ വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങും. അന്നേരം ചായ ഉണ്ട്. ഒരു 6 മണി തൊട്ട് കടിയുണ്ട്. കടിയും തുടങ്ങും. ഒരു 8-9 മണി കഴിയുമ്പോഴത്തേക്ക് കപ്പയും മീൻകറിയും പിന്നെ ബീഫ് വാഴയ്ക്കപ്പം. അത് എത്ര മണി തൊട്ടാ ചേച്ചി? 10 മണി തൊട്ട് ചൂടോടുകൂടി. അപ്പോൾ ചേച്ചി ചൂടോടുകൂടി തയ്യാറാക്കുന്നതാണ് കപ്പയും മീൻകറിയും പിന്നെ നമ്മുടെ ഈ പഴംപൊരിയും ബീഫും എല്ലാം. അപ്പോൾ നമ്മുടെ ഈ ഉച്ച സമയത്ത് വൈകിട്ടൊക്കെ എന്തൊക്കെ വിഭവങ്ങളാണ് ചേച്ചി ഉള്ളത്? അതേപോലെ തന്നെ വൈകിട്ട് 4 മണിയോടുകൂടി ചായയും കടിയും പിന്നെ തട്ടുദോശയുണ്ട്. തട്ടുദോശ, പൊറോട്ട നമ്മളിപ്പം തുടങ്ങി. ബോട്ടിക്കറിയൊക്കെ ഉണ്ടോ ചേച്ചി? ബോട്ടിക്കറിയുണ്ട്, പൊറോട്ടയില്ല. ദോശയും പിന്നെ ഓംപ്ലേറ്റ്, ബോട്ടിക്കറി, ദോശയുണ്ട്, ഓംലെറ്റ് ഉണ്ട്, ബോട്ടിക്കറി ഉണ്ട് അല്ലേ ചേച്ചി? തട്ടുദോശയുടെ സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ തട്ടുദോശയുടെ സെറ്റ് എത്ര മണി തൊട്ടാണ് ചേച്ചി ഉള്ളത്? 6 മണി തൊട്ട് തുടങ്ങുന്നത്. ഒരു രാത്രി 11 മണി വരെ. ഓ, ആ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ ഉണ്ട്. കാരണം ഞാൻ രാവിലെ വെളുപ്പിന് എണ്ണിക്കുന്നതുകൊണ്ട് 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ചേച്ചി, നമുക്ക് ഈ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളുണ്ടോ? പഴങ്കഞ്ഞിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും? കഞ്ഞി ഉച്ചയ്ക്ക് തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. അടുത്ത് തന്നെ ചേച്ചി വന്ന് തുടങ്ങും. അപ്പോൾ ചേച്ചിയുടെ ഇവിടെ നമുക്ക് ഈ ഗൂഗിൾ പേയുടെ ഒക്കെ സംവിധാനം ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ കടയുടെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ ചേച്ചി? പിന്നെ 4 മണിക്ക് തുറന്ന വൈകുന്നേരം രാത്രി 11 മണി വരെ. അത്രയും. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് നിന്നിട്ടാണല്ലേ എല്ലാം? ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ ഞാനൊന്ന് വീട്ടിലോട്ട് എന്നിട്ട് അന്നേരം അടയ്ക്കത്തില്ല, ആരെങ്കിലും ഒന്നിരുത്തും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സ്ത്രീകൾക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു ഉദാഹരണമാണ്. കാരണം ചേച്ചി ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇടയ്ക്ക് ലോട്ടറിയുടെ ഉണ്ട്. അവിടെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കണ്ടിരുന്നു ചേച്ചിയെ. ഞാനും അനിയത്തിയും കൂടെ പോയപ്പോ വന്ന് കണ്ടിരുന്നു ചേച്ചിയെ. നാൽട്രാടെക്കിന്റെ ഡീലറാണ് സിമെന്റിന്റെ അല്ലേ ചേച്ചി? കിട്ടുന്ന സമയം ഫോണിലൂടെ ആയാലും എങ്ങനെയാലും വിളിച്ച് സൈറ്റുകളിൽ നിന്ന് കൺട്രാക്ടർമാരെ വിളിച്ച് അവിടെ ഇറക്കി കൊടുക്കാറുണ്ട്. എല്ലാ രീതിയിലും കഠിനാധ്വാനമാണ്. ജീവിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ മതി, വേറെ ആരും. തീർച്ചയായിട്ടും ചേച്ചി. മറ്റൊരാൾ നമുക്കുണ്ടെന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു തൂണുണ്ടെങ്കിലല്ലേ നമ്മൾ ചാരത്തുള്ളൂ. ഇപ്പൊ ആരും ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതെ, നമുക്കൊരു പ്രത്യേക ഒരു ധൈര്യം കിട്ടും ജീവിതത്തിൽ പൊരുതി ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട്. ആരിനെ എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ലെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എന്റെ അടുത്ത് നീ ഇത് എങ്ങനെ ഈ 4 മണിക്ക് എണ്ണീറ്റിട്ട് ഈ 11 മണി വരെ നിൽക്കുന്നത്? അതെ, അത് എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്. അതെ ചേച്ചി, പലിശയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എനിക്ക് അത് കൊടുത്ത് തീർക്കണം, ഇത്ര മാസത്തിനകം തീർക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് ചേച്ചി മുന്നോട്ട് പോകുന്നത്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ തണുപ്പ് കൂടിയ സമയമായതുകൊണ്ട് നമുക്ക് രാവിലെയൊക്കെ ചായ കിട്ടുന്ന കടകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വലിയൊരു അനുഗ്രഹമാണ് ചേച്ചിയുടെ ഈ ഒരു കട. കാരണം തണുപ്പല്ലേ, അപ്പോൾ ചൂടോടുകൂടി ഒരു ചായ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. വെളുപ്പിനെ 4 മണിയോടുകൂടി ഇവിടെ മീൻ കച്ചവടക്കാർ പാസ് ചെയ്യും. തലക്കറിയൊക്കെ ഉണ്ടല്ലേ ചേച്ചി? എല്ലാ മീൻ ഓരോ ദിവസം വരുന്ന മീൻ അനുസരിച്ച് പിന്നെ എല്ലാം ഓർഡർ
അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓ പാർട്ടി അങ്ങനെ ഓർഡർ ഒക്കെ എടുക്കുമോ ചേച്ചി? ചൈനീസ് ഐറ്റം ചെയ്യും. ആഹാ, എന്തൊക്കെ ചെയ്യും ചേച്ചി? നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ബിരിയാണി അതൊക്കെ ഇനിയിപ്പോ തൽക്കാലം ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ആക്കും. എന്തായാലും ചേച്ചിയുടെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടമാണ്, കാരണം ഒറ്റയ്ക്കാണ് ചേച്ചി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് അധികം ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരട്ടെ ചേച്ചിയുടെ കൈപുണ്യം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിക്ക് നല്ല രുചിയോടെ ഭക്ഷണം വിളമ്പണം. കാരണം സാമൂഹിക സേവനമാണ് ചേച്ചി കൂടുതലും നോക്കുന്നത്. കാരണം കഴിച്ചിട്ട് പോകുമ്പോ ഒരാള് പറയരുത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യുന്നു. മക്കളും ഞാനും എല്ലാം അമ്മമാര് സ്നേഹത്തോടു കൂടി വിളമ്പുന്ന അതേ രീതിയിൽ. അതെ, ചേച്ചിയുടെ ഒരു സ്ഥാപനം ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ എന്ന് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ദൂരെ ദൂരെ എന്നുള്ള ആളുകളും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ അനിയത്തി റീമ മോളാണ് ചേച്ചി ഈ സ്ഥലം. അതെ, തുടക്കം കുറിക്കുന്ന സമയമായിരുന്നു റീമ മോളെ കണ്ടത്. മോളാണ് ചേച്ചിയുടെ വീഡിയോ എന്തായാലും വന്നത്. അപ്പൊ മോൾക്ക് ആദ്യമേ നന്ദി. ടേബിളും 2 ഗ്ലാസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, കുംബാരീസ്, കുലുക്കി സർവത്തുണ്ട്. അപ്പോൾ അതും ഇതിന്റെ ഇടയ്ക്കുണ്ട്. ഉണ്ട്. ഓക്കെ ചേച്ചി, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് എല്ലാ കടങ്ങളും എല്ലാം ചേച്ചിയുടെ ദുഃഖങ്ങളും ഒക്കെ മാറട്ടെ. ഒത്തിരി വിവരങ്ങളിലെത്തട്ടെ. ദൂരെ ദൂരെ നിന്നുള്ളവർ ഈ രുചി അറിഞ്ഞിട്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല വെറൈറ്റി രുചിയാത്രയിൽ ഒരുപാട് രുചികൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ഫ്രം us.